മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ ശ്രീമതി വീണ വിജയൻ്റെ ഉടമസ്ഥതയിൽ ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയും കേരളത്തിലെ ഒരു കരിമണൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതുമണ്ഡലത്തിലും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി തൻ്റെ മകളുടെ കമ്പനിക്ക് ഈ തരത്തിൽ ഇടപാടുകൾ നടത്തുന്നതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രധാനമായ ആരോപണം. ഈ ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്നിതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തിടത്തോളം കാലം അത് ഒരു പ്രധാനമായ ആരോപണമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇല്ലാത്ത ഒരു സേവനത്തിൻ്റെ പേരിൽ ശ്രീമതി വീണ വിജയൻ CMRL കമ്പനിയിൽ നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയതായി രേഖകൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആദായ നികുതി വെട്ടിപ്പിന് വേണ്ടി CMRL കമ്പനിയുടെ ഉടമ ശ്രീ കർത്ത ബോധപൂർവം ഉണ്ടാക്കിയ ഒരു ഇടപാടാണ് ഇത് എന്നതും ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ആദായ നികുതി ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഈ CMRL കമ്പനിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ പലതരത്തിലുള്ള ക്രമക്കേടുകളാണ് നികുതി വെട്ടിക്കുന്നതിനായി അവർ കണ്ടെത്തിയത്. അതായത് സംഭാവനയായി രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും മാധ്യമ ഉടമസ്ഥർക്കും സാമുദായിക നേതാക്കന്മാർക്കും ഏതാണ്ട് 165 കോടി രൂപയോളം വിവിധ ഇനത്തിൽ വിവിധ പേരിൽ വിതരണം ചെയ്തു എന്നതിൻ്റെ രേഖകളും ഈ സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തുകയുണ്ടായി. ഇതെല്ലാം തൻ്റെ ആദായ നികുതി ഇളവിന് സഹായിക്കുന്ന ഘടകങ്ങളായി അതിൻ്റെ ഉടമ അയാളുടെ റിട്ടേൺസിൽ രേഖപ്പെടുത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കബളിപ്പിച്ചു എന്ന് അവർ കണ്ടെത്തുകയും അതിൻ്റെ ആധികാരികമായ വിധി അവർ ചില മാസങ്ങൾക്ക് മുൻപ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിൽ വീണ വിജയൻ ചെയ്തിരിക്കുന്നതായ ക്രമക്കേട് എന്ന് പറയുന്നത് അവർ ഈ CMRL കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം CMRL കമ്പനിക്ക് ചില സേവനങ്ങൾ നൽകി കൊടുക്കാമെന്നും അതിൻ്റെ പ്രതിഫലമായി അവർക്ക് വ്യക്തിപരമായും അവർ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഈ എക്സാലോജിക് കമ്പനിക്ക് പ്രത്യേകിച്ചും പ്രതിഫലം നൽകുക എന്ന ഒരു ധാരണയിലാണ്. എന്നാൽ സത്യം അന്വേഷിച്ചു വന്നപ്പോൾ കണ്ടെത്തിയത് ഈ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് യാതൊരു വിധമായ സേവനവും CMRL കമ്പനിക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഒരു സേവനവും നൽകാതെ സേവനം നൽകിയെന്ന് കള്ളരേഖയുണ്ടാക്കി അതിൻ്റെ പേരിൽ 1.72 കോടി രൂപ CMRL നിന്ന് കൈപ്പറ്റുകയും CMRL കമ്പനി ഇത് പ്രതിഫലമായി മറ്റൊരു കമ്പനിക്ക് കൊടുത്തതാണ് എന്ന വ്യാജരേഖയുണ്ടാക്കി ആദായ നികുതിയിൽ നിന്ന് ഇളവ് നേടുകയും ചെയ്തു എന്ന അതിഗുരുതരമായ കുറ്റമാണ് സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ അത് വെറുമൊരു കണ്ടെത്തൽ മാത്രമല്ല, അവർ വിശദമായി രേഖകൾ പരിശോധിച്ച് നിഗമനത്തിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ മറ്റൊരു വളരെ പ്രധാനമായ ആരോപണമുണ്ട്. ആ ആരോപണമാണ് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചത്. അതായത് CMRL കമ്പനി ശ്രീമതി വീണ വിജയനുമായി ഈ തരത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് വീണ വിജയൻ്റെ പിതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നു എന്ന ഒറ്റ കാരണത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനിയുടെ പേരിലോ സ്വന്തം പേരിലോ
ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി സഹായം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ഈ കരിമണൽ വ്യവസായിക്ക് കിട്ടും എന്ന നിഗൂഢമായ ആസൂത്രിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് രാഷ്ട്രീയ വിവാദത്തിനും അതുപോലെ തന്നെ നിയമപരമായ നടപടികൾക്കും വഴിയൊരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ഈ CMRL കമ്പനിയുടെ ഓഹരി ഉടമയായിട്ടുള്ള പല ആളുകളിൽ ഒരാളായ കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു മുൻ MLAയുടെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ ഈ കമ്പനിയുടെ ഇടപാടുകളിലുള്ള ക്രമക്കേടുകൾ മുഴുവൻ കമ്പനി അഫയേഴ്സ് നിയമമനുസരിച്ച് അന്വേഷിക്കണം എന്നുള്ള ഒരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് പ്രഥമ ദൃഷ്ട്യാ അടിസ്ഥാനമുള്ളതാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ ഫലമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിനോടും കമ്പനി കാര്യ മന്ത്രാലയത്തോടും ഇത് സംബന്ധിച്ച് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി 4 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഗതി കൂടുതൽ ഗൗരവം ഉള്ളതായി മാറിയിരിക്കുന്നു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുപരിയായി ശ്രീമാൻ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കേസിനകത്തുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന 1.72 കോടി കൊടുത്തത് മാത്രമല്ല 165 കോടി രൂപയോളം പല ആളുകൾക്ക് സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള തട്ടിപ്പുകളും വ്യാജരേഖകളും ഈ CMRL എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കമ്പനി നിയമപ്രകാരവും ആദായ നികുതി നിയമപ്രകാരവുമൊക്കെ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് തീർച്ചയായും വളരെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഇനിയും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിലേറ്റവും വിചിത്രമായ ഒരു സംഗതി ശ്രീമതി വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു സംരംഭകയാണ്, ഒരു കമ്പനിയുടെ ഉടമസ്ഥയാണ്. ആ കമ്പനിയും മറ്റൊരു കമ്പനിയുമായുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള ക്രമക്കേടുകൾ പൊതുമണ്ഡലത്തിൽ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായി രംഗത്തിറങ്ങിയത് എന്നുള്ളതാണ് ഇത് ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വസ്തുത. ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് പാർട്ടിയിലെ ചില്ലറ ആളുകളൊന്നുമല്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ശ്രീ MV ജയരാജൻ, ഒരു മുൻ മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ, വ്യാവസായിക മന്ത്രിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീമാൻ P രാജീവ്, അതുപോലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ MB രാജേഷ് തുടങ്ങിയതായ മുൻനിര നേതാക്കന്മാരെല്ലാം വാളും പരിചയവുമായി ഈ ശ്രീമതി വീണ വിജയനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതോടുകൂടി സംഗതി ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ അന്വേഷണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ അന്വേഷണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇത് ശ്രീ പിണറായി വിജയനെയും CPMനെയും വളരെ ശക്തമായി ബാധിക്കും, ദോഷകരമായി ബാധിക്കും, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഏറ്റെടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് യുക്തിസഹമായ ഒരു മറുപടി നൽകാൻ ഇന്നും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഇതുപോലെ മയക്കുമരുന്ന് കേസുകളിലുമൊക്കെ പെട്ടപ്പോൾ
മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാരും അദ്ദേഹത്തെ സംരക്ഷിക്കാനായി പാർട്ടിയുടെ പേരിൽ രംഗത്ത് വന്നിരുന്നില്ല എന്ന ഒരു വൈരുദ്ധ്യവും ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. അന്ന് ചെയ്യാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അതിലൂടെ പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു വൃഥാശ്രമമാണ് അപഹാസ്യമായ നിലയിൽ എത്തി നിൽക്കുന്നത് എന്നത് ഇപ്പോൾ പരക്കെ പ്രാധാന്യം നേടിയ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. എന്തായാലും ഇത് തീ കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരിക്കുകയാണ്. ഒരേടാകുളത്തിലാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രീമതി വീണ വിജയനും CMRലും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഗൗരവമായ അന്വേഷണം നടത്തി സത്യസന്ധമായി വസ്തുതകൾ വെളിപ്പെട്ടു വന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാതെ വരും. അതിൻ്റെ ദുരന്തങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടിയും വരും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉദാസീനത കാട്ടുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ കേന്ദ്രഭരണം നടത്തുന്നതായ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഒരു രഹസ്യ ധാരണയ്ക്ക് ശ്രമിക്കുമോ എന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പച്ചയായി പറഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി BJPയുടെ മുന്നിൽ പോയി അഭയം തേടി അവരുടെ അന്തർധാര ബലപ്പെടുത്തി ലാവ്ലിൻ കേസ് 37 പ്രാവശ്യം നീട്ടിവെച്ചതുപോലെയും സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചുമുള്ള അന്വേഷണങ്ങളുടെ പോലെയുമൊക്കെ ഇത് ഒരു വെറും നനഞ്ഞ പടക്കമായി തീരുമോ എന്ന ആശങ്കയും പൊതുസമൂഹവും അതിനേക്കാൾ ഉപരിയായി പ്രതിപക്ഷ കക്ഷികളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് വേറെയധികം ആകാംക്ഷയോടുകൂടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും ശ്രീമതി വീണ വിജയനും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.